കേരള PSC പരീക്ഷയിൽ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്നിവിടെ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ആ ഒരു മേഖല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ ഒരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമായി മനസ്സിലാക്കി വെക്കുക, ടെൻസ് ഇവിടെ മാറത്തില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ടെൻസ് എന്താണ്? മാറില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് യാതൊരു കാരണവശാലും മാറത്തില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആൻസറിലും എന്തായിരിക്കണം? പ്രസന്റ് ടെൻസ് ആയിരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിലൊക്കെ വരുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കി കളയാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വെർബിന്റെ V3 ഫോമാണ് നമ്മൾ പാസീവ് വോയിസിൽ എപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത പോയിന്റ് എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്, ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വെർബിന്റെ V3 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. വെർബിന്റെ V3 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും പാസീവ് വോയിസിൽ എന്തായിരിക്കും? വെർബിന്റെ V3 ഫോമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ സാധാരണ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന രീതിയിലാണല്ലോ നമ്മൾ സാധാരണ സെന്റൻസ് എന്ന് പറയുന്നത്. ഇത് ഏത് രൂപത്തിലാണ്? ആക്റ്റീവ് വോയിസിലാണ് ഈ ഒരു ഘടന വരുന്നത്. പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ആദ്യം വരേണ്ടത് ഒബ്ജക്റ്റ്. അതായത് ഈ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് നമുക്ക് എന്തിലേക്ക് മാറ്റും? സബ്ജക്റ്റീവ് ഫോമിലേക്ക് മാറ്റും. അതിനുശേഷം എന്ത് വരും? നമ്മൾ ഇവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പാസീവ് വോയിസിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമ്മൾ വെർബിന്റെ V3 ഫോമാണ് വരിക. അതിനുശേഷം ബൈ എഴുതുന്നു. അതിനുശേഷം എന്താണ്? ഈ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് ഫോമാണ് നമ്മൾ എഴുതുന്നത്. സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് ഫോം നമ്മൾ എഴുതും. ഇതാണ് എന്ത്? നമ്മുടെ പാസീവ് വോയിസിന്റെ ഘടന എന്ന് പറയുന്നത്. നമ്മൾ ചോദ്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആ ഘടന ഓർത്തിരിക്കുക. സാധാരണ കേസിൽ ആക്റ്റീവ് വോയിസിന്റെ കേസിൽ ആദ്യം സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ആ ഒരു ഘടനയായിരിക്കും ഉണ്ടാകുക. പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം വരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എഴുതുന്നു. അതിനുശേഷം V3 എഴുതുന്നു. അതിനുശേഷം എന്താണ്? ബൈ എഴുതുന്നു. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് ഫോം നമ്മൾ എഴുതുന്നു. ആ ഒരു രീതിയിലാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇനി ഓരോരോ ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം. അതിനുശേഷം നമുക്ക് ഓരോ മോഡലിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ ഐ എന്ന് പറയുന്നത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ബൈ മീ എന്ന് വരും. അതുപോലെ ആക്റ്റീവ് വോയിസിൽ യു എന്ന് പറയുന്നത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ബൈ യു എന്നാണ് വരിക. ബൈ യു എന്ന് വരും. അതേപോലെ ആക്റ്റീവ് വോയിസിൽ ദേ എന്ന് പറയുന്നത് ബൈ ദം എന്ന് വരും. ബൈ ദം എന്ന് വരും. ആക്റ്റീവ് വോയിസിൽ വി എന്ന് പറയുന്നത് ബൈ അസ് എന്നാണ് വരിക. അതുപോലെ ആക്റ്റീവ് വോയിസിൽ ഹി എന്ന് പറയുന്നത് ബൈ എന്ന് വരും? ഹിം എന്ന് വരും. ബൈ ഹിം എന്ന് വരും. ഇനി ആക്റ്റീവ് വോയിസിൽ ഷീ എന്ന് പറയുന്നത് ബൈ ഹർ എന്നാണ് വരിക. ഇനി ആക്റ്റീവ് വോയിസിൽ ഇറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ബൈ ഇറ്റ് എന്നായിട്ട് മാറും. ആക്റ്റീവ് വോയിസിൽ രാഹുൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് രാഹുൽ എന്നാണെങ്കിൽ ബൈ രാഹുൽ എന്നാണ് വരിക. അതുപോലെ തന്നെ സീമ എന്നാണെങ്കിൽ ബൈ സീമ എന്നാണ് വരിക. ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ആക്റ്റീവ് വോയിസ് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ബേസിക് ആണ്. ഇത് നമ്മൾ ഓരോ മോഡൽ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത്, നമ്മുടെ ആക്റ്റീവ് വോയിസിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ V1 ആണ് എങ്കിൽ, വെർബ് എന്ന് പറയുന്നത് V1 ആണ് എങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 എന്ന് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് എന്ത്? ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മോഡലിൽ വരുന്ന ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും.
നമ്മുടെ ചോദ്യം ഇതാണ്, സീമ സീമ പ്ലേസ് ക്രിക്കറ്റ്. സീമ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവിടെ തന്നിരിക്കുകയാണ്. ഇത് എന്തിലാണ്? ആക്റ്റീവ് വോയിസിലാണ് ഈ ഒരു ചോദ്യം തന്നിരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? സീമ പ്ലേസ് ക്രിക്കറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ സീമയ്ക്ക് എന്താണ്? ക്രിക്കറ്റ് കളിക്കാനുള്ള സ്വയം കഴിവുണ്ടല്ലോ. ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇത് ആക്റ്റീവ് വോയിസിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ ഇനി എങ്ങനെ മാറ്റണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. നമ്മുടെ ചോദ്യം എന്തായിരിക്കും? ഇതിന്റെ പാസീവ് വോയിസ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാസീവ് വോയിസിന്റെ ഘടന നമ്മൾ പഠിച്ചു. ആദ്യം ഒബ്ജക്റ്റ് എഴുതണം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്രിക്കറ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ക്രിക്കറ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതി? ക്രിക്കറ്റ് എന്നെഴുതി. ക്രിക്കറ്റ് എന്നെഴുതി. ഇനി നോക്കുക, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഘടന എന്താണ്? V1 ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3. ഈ ഒരു ഘടനയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലേസ് എന്നാണ് അല്ലെ? പ്ലേ പ്ലേസ്. V1ന്റെ രണ്ട് രൂപങ്ങളാണ്, പ്ലേയും പ്ലേസും. അപ്പൊ ഇവിടെ എന്താണ്? V1 ആണ്. അപ്പൊ നമുക്ക് ഈസ് ആം ആറ് അതിലേത് ചൂസ് ചെയ്യണമെന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് സിംഗുലാർ അല്ലേ? അപ്പൊ സിംഗുലാർ ആണെങ്കിൽ നമ്മൾ ഈസ് ചൂസ് ചെയ്യണം. സിംഗുലാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഈസ് എഴുതാം. ക്രിക്കറ്റ് ഈസ് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലേ ഉണ്ടല്ലോ, അതിന്റെ V3 എഴുതണം. പ്ലേ എന്നതിന്റെ V3 എന്താണ്? പ്ലേഡ് എന്നാണ്. PLAYED. നമ്മൾ പറഞ്ഞിരുന്നു ആക്റ്റീവ് വോയിസിൽ എപ്പോഴും എന്തായിരിക്കണം? വെർബിന്റെ V3 ഫോം ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ്, അതിനുശേഷം നമ്മൾ ഈസ് ആം ആറ്, അതിന് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എടുത്തു. അതിനുശേഷം വെർബിന്റെ V3 ഫോം എഴുതി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബൈ എഴുതുക. ബൈ. എന്നിട്ട് ഈ സീമ എന്നല്ലേ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, ബൈ രാഹുൽ എന്നാണെങ്കിൽ രാഹുൽ എന്നാണ് സബ്ജക്റ്റ് എങ്കിൽ അതിനെ എന്താക്കി മാറ്റണം? ബൈ രാഹുൽ എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സീമയാണ്. അപ്പൊ നമുക്കിവിടെ ബൈ സീമ എന്നാണ് നമ്മുടെ അവസാനമായിട്ട് വരേണ്ടത്. അപ്പൊ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ സീമ എന്നതാണ് ഇവിടെ നമ്മുടെ ഈ ഒരു സീമ പ്ലേസ് ക്രിക്കറ്റ് എന്നതിന്റെ ആക്റ്റീവ് വോയിസിലുള്ളതിന്റെ പാസീവ് വോയിസ് രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. ഒരു ആക്റ്റീവ് വോയിസിൽ നിന്ന് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നതിന്റെ ഒന്നാമത്തെ മോഡലാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ മറ്റൊരു എക്സാമ്പിളിലൂടെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് മനു സിങ്സ് എ സോങ് എന്നാണ് നമ്മുടെ എക്സാമ്പിൾ. മനു സിങ്സ് എ സോങ് എന്നാണ് നമ്മുടെ എക്സാമ്പിൾ. ഇവിടെ നോക്കുക, മനുവിന് പാട്ട് പാടാനുള്ള സ്വയം കഴിവുണ്ടല്ലോ. അപ്പൊ ഇത് എന്തിലാണുള്ളത്? ആക്റ്റീവ് വോയിസിലാണ് ഉള്ളത്. അപ്പൊ ഇതിനെ എങ്ങോട്ട് മാറ്റണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു? ഒബ്ജക്റ്റ് എടുക്കുന്നു. ഒബ്ജക്റ്റ് ഇവിടെ ഏതെന്താണ്? എ സോങ് എന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നോക്കുക, എ സോങ് എന്നത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ഇനി നോക്കുക, ഈ സിങ്സ് എന്ന് പറയുന്നത് V1 അല്ലേ? V1 ആണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ ഈസ് ആണോ ആം ആണോ ആറാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? എ സോങ് എന്ന് പറയുമ്പോൾ സിംഗുലാർ ആണ്. അപ്പൊ നമ്മൾ അവിടെ ഈസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ സിംഗ് ആണല്ലോ വെർബ്, അതിന്റെ V3. അപ്പൊ സിംഗിന്റെ V3 എന്താ? സങ് അല്ലേ? SUNG. ഇതാണ് ഇതിന്റെ V3 എന്ന് പറയുന്നത്. അപ്പോൾ എ സോങ് ഈസ് സങ്, SUNG. അതിനുശേഷം പിന്നെ ബൈ എഴുതുക. അതിനുശേഷം ഇവിടെ സബ്ജക്റ്റിനെ ഇങ്ങോട്ട് എഴുതുക, മനു എന്ന് എഴുതുക. അപ്പൊ ഇവിടെ എന്താണ്? എ സോങ് ഈസ് സങ് ബൈ മനു എന്നതാണ് ഇതിന്റെ ആക്റ്റീവ് വോയിസിൽ ഉള്ള ആ ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ മോഡലാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ആക്റ്റീവ് വോയിസിൽ വെർബ് V1 ആണെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റണമെന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. മറ്റൊരു എക്സാമ്പിളിലൂടെ പോകാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ എക്സാമ്പിൾ ഇതാണ്. സുമ ഹെൽപ്സ് മീ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. സുമ ഹെൽപ്സ് മീ എന്നാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് ആക്റ്റീവ് വോയിസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ ഈ ഒബ്ജക്റ്റിനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മീ എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. മീ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. അതിനുശേഷം ഹെൽപ്സ് എന്നല്ലേ നോക്കുക, ഇവിടെ വെർബ് എന്ന് പറയുന്നത്
V1 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈസ്, ആം, ആർ അതിലേതെങ്കിലും ഒന്നാണ് വരേണ്ടത്. ഐ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ചൂസ് ചെയ്യണം? ആം ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആം ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഐ ആം, ഹെൽപ്പിന്റെ V3 എന്താണ്? ഹെൽപ്ഡ് എന്നാണ്, HELPED. ബൈ എന്താണ്? സുമ, സുമ. അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ ആക്റ്റീവ് വോയിസിൽ ഉള്ളതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പാസീവ് വോയിസ് ആണ് ഐ ആം ഹെൽപ്ഡ് ബൈ സുമ എന്നാണ്. ഐ ആം ഹെൽപ്ഡ് ബൈ സുമ എന്നതാണ് ഇവിടെ എന്ത്? പാസീവ് വോയിസ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. നമ്മൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് രാമു ഡ്രിങ്ക്സ് കോഫി എന്നതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. കോഫി എന്നതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രാമു ഡ്രിങ്ക്സ് കോഫി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. കാരണം രാമുവിന് കോഫി കുടിക്കാനുള്ള സ്വയം കഴിവുണ്ട്. അപ്പോൾ അത് ആക്റ്റീവ് വോയിസിലാണ്. നമ്മൾ പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം എടുക്കുന്നു, കോഫി എന്ന് നമ്മൾ എഴുതുന്നു. ഇന്ന് നോക്കുക, V1 അല്ലേ? ഡ്രിങ്ക്സ് V1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈസ്, ആം, ആർ പ്ലസ് V3 ആണ് നമ്മുടെ ഘടന. അപ്പോൾ ഇവിടെ കോഫി സിംഗുലാർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈസ് എഴുതുക. ഡ്രിങ്ക്സ് എന്നതിന്റെ V3 എന്താണ്? ഡ്രങ്ക് എന്നാണ്, DRUNK. അതിനുശേഷം ബാക്കി ഇവിടെയുള്ള രാമു അല്ലേ? ബൈ എഴുതുക, രാമു എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ കോഫി ഈസ് ഡ്രങ്ക് ബൈ രാമു എന്നതാണ് നമുക്ക് അതിന്റെ പാസീവ് വോയിസിലുള്ള രൂപം നമുക്ക് കിട്ടുക. ഈ ഒരു മോഡലിലെ മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത എക്സാമ്പിള് സുജേഷ് ലവ്സ് ഹെയർ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. സുജേഷ് ലവ്സ് ഹെയർ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇത് എന്താണ്? ആക്റ്റീവ് വോയിസിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്തിലേക്ക് മാറ്റണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഹെയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇങ്ങോട്ട് എടുക്കുന്നു. ഇവിടെ ഒബ്ജക്റ്റ് ആണ്. അത് നമ്മൾ സബ്ജക്റ്റീവ് ഫോമിലേക്ക് മാറ്റും. ഹെയർ എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഹെയർ എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. അതിനുശേഷം ഈസ്, ആം, ആർ പ്ലസ് V3. കാരണം ഇവിടെ ലവ്സ് എന്ന് പറയും V1 ആണ്. അപ്പോൾ അതിന്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഷീ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. അപ്പോൾ നമുക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടത്? ഈസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ആറ് ചൂസ് ചെയ്യേണ്ടത് പ്ലൂറലിന്റെ വരുന്ന കേസിലാണ് ആറ് നമ്മൾ ചൂസ് ചെയ്യാം. ഐ വരുമ്പോൾ നമ്മൾ ആം ചൂസ് ചെയ്യും. പ്ലൂറൽ ആണ് വരുന്നതെങ്കിൽ ആറ് ചൂസ് ചെയ്യും. സിംഗുലാർ ആണ് വരുന്നതെങ്കിൽ ഈസ് ചൂസ് ചെയ്യും. അതേപോലെ തന്നെ ഐ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? ആം നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കാം, സുജേഷ് ഈസ് ലവ്സ് എന്നതിന്റെ V3 ലൗഡ് എന്ന് വരും. എന്താണ്? ലൗഡ് എന്ന് വരും. അതിനുശേഷം ബൈ സുജേഷ് എന്ന് വരും. ബൈ സുജേഷ്. അപ്പം ഷീ ഈസ് ലൗഡ് ബൈ സുജേഷ് എന്നതാണ് ഇതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒന്നാമത്തെ മോഡൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ എന്താണ്? V1 ആണ്. നമുക്ക് തന്നിരിക്കുന്ന പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലെ സെന്റൻസിൽ V1 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്താൽ മതി? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 എന്ന് ആക്കിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഘടന നമ്മളിവിടെ പരിചയപ്പെട്ടു. V1 ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 എന്നാക്കിയിട്ട് മാറ്റണം. ഇത് നമ്മൾ രണ്ടാമത്തെ ഒരു മോഡലും കൂടെ പഠിച്ചിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോന്നും പരിചയപ്പെടുത്തുക. അതിൽ ഇന്ന് രണ്ടാമത്തെ ടൈപ്പിലേക്ക് വരാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പരിചയപ്പെട്ട എന്താണ്? ആക്റ്റീവ് വോയിസിൽ V1 ആണെങ്കിൽ നമ്മൾ അത് പാസീവ് വോയിസിൽ ഈസ്, ആം, ആർ പ്ലസ് V3 എന്നാക്കി മാറ്റുമെന്നാണ് പഠിച്ചത്. ഇനി ആക്റ്റീവ് വോയിസിൽ V2 ആണെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ V2 ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലെ വെർബ് V2 ആണെങ്കിൽ നമ്മൾ അതിനെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 എന്നാക്കിയാണ് മാറ്റുന്നത്. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആക്കിയാണ് മാറ്റുന്നത്. സിംഗുലാർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ വരാം. നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ വുഡ് കട്ടർ ചോപ്ഡ് ഡൗൺ ദ ടോൾ ട്രീ. അപ്പോൾ നമ്മൾ ഈ ഒരു സെന്റൻസ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുകയാണ്. ഇതിന്റെ പാസീവ് വോയിസ് എഴുതാനായിട്ടാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താ? ചോപ്ഡ് എന്നാണ്. ഇത് V2 ആണ്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റ് എഴുതി.
ദ ടോൾ ട്രീ എന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ്. അപ്പൊ അതിനെ നമ്മൾ എഴുതുന്നു ദ ടോൾ ട്രീ, ദ ടോൾ ട്രീ. അതിനുശേഷം എന്താണ് ഇവിടെ V2 അല്ലേ, അപ്പോൾ വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3 ആണ്. ദ ടോൾ ട്രീ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വാസ് ആണ്. ദ ടോൾ ട്രീ വാസ് ചോപ്ഡ്. അതിന്റെ V3 എന്താണ്, ചോപ്ഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോപ്ഡ്, ചോപ്ഡ്. ദ ടോൾ ട്രീ വാസ് ചോപ്ഡ് ഡൗൺ ആണ്, ചോപ്ഡ് ഡൗൺ, ചോപ്ഡ് ഡൗൺ ബൈ സബ്ജക്റ്റ് എന്താ, ദ വുഡ് കട്ടർ. ദ വുഡ് കട്ടർ എന്നാണ് വരിക. ചോപ്ഡ് ബൈ ദ വുഡ് കട്ടർ, വുഡ് കട്ടർ എന്നാണ് വരിക. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റേണ്ടത്, പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ മറ്റൊരു എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ എക്സാമ്പിൾ ഇതാണ്, ദ മാൻ ഫെഡ് ദ ഗേൾ. ദ മാൻ ഫെഡ് ദ ഗേൾ. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നോക്കുമ്പോൾ ഇവിടെ V2 ആണ്. നമ്മൾ രണ്ടാമത്തെ മോഡലിലേക്കാണ് വരേണ്ടത്. വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3 എന്ന മോഡലിലേക്കാണ് വരേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഗേളിനെ എടുത്തു, ദ ഗേൾ. ആദ്യം നമ്മൾ ദ ഗേൾ. ഫെഡ് എന്ന് പറയുമ്പോൾ ഫെഡ് 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 ആണ്, V1 V2 V3, ഫെഡ് ഫെഡ് ഫെഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് V2 ആണല്ലോ ഫെഡ്. അപ്പൊ നമ്മൾ ഏത് യൂസ് ചെയ്യണം, വാസോ വേറോ? ദ ഗേൾ എന്ന് പറയുന്നത് സിംഗുലാർ അല്ലേ, അപ്പൊ നമ്മളിവിടെ വാസ് എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഫെഡ് എഴുതുന്നു. അതിനുശേഷം ബൈ ദ മാൻ, ദ മാൻ. അപ്പൊ ഇവിടെ നമ്മുടെ പാസീവ് വോയിസ് ദ ഗേൾ വാസ് ഫെഡ് ബൈ ദ മാൻ എന്നാണ് ഇവിടെ നമുക്ക് പാസീവ് വോയിസിൽ ഈ ഒരു സെന്റൻസ് നമുക്ക് ലഭിക്കേണ്ടത്. ഇനി അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് വരാം. നമ്മുടെ എക്സാമ്പിൾ ഇതാ, ബോയ് ബ്രോക്ക് ദ വിൻഡോ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് തരുമ്പോൾ ഇതിൽ ആക്റ്റീവ് വോയിസിലാണെന്ന് മനസ്സിലാക്കാം. കാരണം ആ ബോയ്ക്ക് എന്താണ്, ആ വിൻഡോ ബ്രോക്ക് ചെയ്യാനുള്ള സ്വയം കഴിവുണ്ട്. അപ്പൊ അത് ആക്റ്റീവ് വോയിസിലാണ്. ബ്രോക്ക് എന്നാണ് കൊടുത്തത്, V2 ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ V2 ആണ്. അപ്പോൾ നമുക്ക് ഘടന മനസ്സിലേക്ക് വരണം, വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3, വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3. എപ്പോഴും ആക്റ്റീവ് വോയിസിൽ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ V3 തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ദ വിൻഡോ എന്ന് എഴുതുന്നു. ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്, ഇത് വിൻഡോയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വിൻഡോ എന്ന് ആദ്യം എഴുതുന്നു. അതിനുശേഷം വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3. വിൻഡോ സിംഗുലാർ ആയതുകൊണ്ട് വാസ് നമ്മൾ ഉപയോഗിച്ചു. ബ്രോക്ക് എന്നതിന്റെ V3 എന്താണ്, ബ്രോക്കൺ എന്നാണ് വരിക. ബ്രോക്ക് എന്നതിന്റെ V3 എന്ന് പറയുന്നത് ബ്രോക്കൺ എന്നാണ് വരിക. ഇനി എന്താണ്, ദ ബോയ്, അത് നമ്മൾ എഴുതും ബൈ ദ ബോയ് എന്ന് വരും. അപ്പോൾ എന്താണ്, ദ വിൻഡോ വാസ് ബ്രോക്കൺ ബൈ ദ ബോയ് എന്നതാണ് ഇതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്, പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. ഹി എൻചാൻഡ് അസ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഹി എൻചാൻഡ് അസ് എന്നതാണ് നമ്മുടെ ചോദ്യം. എന്താണ്, ഹി എൻചാൻഡ് അസ്. അപ്പൊ ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഇവിടെ നോക്കുമ്പോൾ എൻചാൻഡ് V2 ആണ്. അപ്പൊ നമ്മുടെ ഘടന മനസ്സിലേക്ക് വരണം, വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3 ആണ്. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ എഴുതി നോക്കല്ല ചെയ്യേണ്ടത്, മറിച്ച് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഈ ഘടനയിൽ വരുന്നതുണ്ടോ എന്ന് നോക്കുക. അല്ലാത്തതൊക്കെ എന്ത് ചെയ്യുക, ഡിലീറ്റ് ആയി കളയുക. ഇപ്പൊ വാസും വേറിനും പകരം ഈസും ആമൊക്കെ ആണെങ്കിൽ ആ ഓപ്ഷൻ കൊണ്ടുപോയിട്ട് ഡിലീറ്റ് ആയി കളയുക. അപ്പൊ ആ ഒരു രീതി വേണം നമ്മൾ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഈ എൻചാൻഡ് അസ് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യത്തിൽ അസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും, V ആയിട്ട് മാറും അല്ലെ, V ആയിട്ട് മാറും. ഇനി നമുക്ക് നമ്മുടെ ഇതെന്താണ്, വാസ് അല്ലെങ്കിൽ വർ പ്ലസ് V3 ആണ്. ഇവിടെ V എന്ന് പറയുന്ന പ്ലൂറൽ അല്ലേ, അപ്പൊ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് വേർ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം എൻചാൻഡ്. അപ്പൊ എൻചാൻഡ് എന്ന് പറയുന്നതിന്റെ V3 എന്ത് തന്നെയാണ്, എൻചാൻഡ് എന്ന് തന്നെയാണ് വരിക. എന്താണ്, എൻചാൻഡ് എന്ന് തന്നെയാണ് വരിക, എൻചാൻഡ് എന്ന് തന്നെയാണ് വരിക. അതിനുശേഷം എന്താണ്, ബൈ ഹി എന്തായിട്ട് മാറും, ഹി എന്തായിട്ട് മാറും, ഹിം എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും, ഹിം എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും, ഹിം എന്നായിട്ട് മാറും. അപ്പൊ ഇതാണ് എന്ത്, ഇതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പാസീവ് വോയിസ് വി വർ എൻചാൻഡ് ബൈ ഹിം എന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി ഒരു ടൈപ്പില് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്, ഷീ റോട്ട് ലെറ്റേഴ്സ്. നമ്മുടെ ചോദ്യം ഷീ റോട്ട്സ് ലെറ്റേഴ്സ്. ഷീ റോട്ട് ലെറ്റേഴ്സ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഷീ റോട്ട് ലെറ്റേഴ്സ്. അപ്പൊ ഇവിടെ നോക്കുക, ഇതെന്താണ്, പാസീവ് വോയിസിലാണോ ആക്റ്റീവ് വോയിസിലാണോ? ആക്റ്റീവ് വോയിസിലാണ്. അവർക്ക് ലെറ്റർ എഴുതാനുള്ള കഴിവ്, സ്വയം കഴിവുണ്ട്. അപ്പൊ അത് ആക്റ്റീവ് വോയിസിലാണ്. ഇനി ഇതിന്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം എന്ത് വരണം, ലെറ്റേഴ്സ് എന്ന് വരണം. ലെറ്റേഴ്സ് എന്ന് വരണം. റോട്ട് അല്ലേ, V2 അല്ലേ, അപ്പൊ വാസ് അല്ലെങ്കിൽ വർ പ്ലസ്
V3. ഇവിടെ ലെറ്റേഴ്സ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ അല്ലേ. അപ്പോൾ നമുക്കവിടെ വേർ ആണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം റോട്ടിന്റെ V3 എന്താ? റിട്ടൺ, WRITTEN, റിട്ടൺ ബൈ ഷീ എന്തായിട്ട് മാറും? ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ ഹെയർ ആയിട്ട് മാറും. അപ്പോൾ ഇതിന്റെ പാസീവ് വോയിസ് ലെറ്റേഴ്സ് വർ റിട്ടൺ ബൈ ഹെയർ എന്നതാണ് നമ്മുടെ പാസീവ് വോയിസ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് മോഡൽസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അതിലൊന്ന് നമ്മൾ പഠിച്ചത് V1 ആണെങ്കിൽ നമ്മൾ അതിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ R+V3 എന്ന ഘടനയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. R+V3 എന്ന ഘടനയാണ്. ഇനി V2 ആണ് നമ്മുടെ ചോദ്യത്തിലുള്ളത് എങ്കിൽ വാസ് അല്ലെങ്കിൽ VAR+V3 എന്ന് പറയുന്ന ഘടനയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിലെ ഒന്നാമത്തെ ക്ലാസ്സിൽ. തുടർന്നുള്ള ടൈപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളിവിടെ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇതിനു മുമ്പ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ 2 ക്ലാസ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങളും പഠിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.